പ്രിയപ്പെട്ട അച്ഛ, അങ്ങയുടെ സിരകളിൽ ഓടിയിരുന്ന സംഗീത രക്തം അല്പമെങ്കിലും ഈ എളിയ കലാകാരന്റെ സിരകളിൽ ഓടിക്കണേ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നെങ്കിലും സെലക്ഷൻ കമ്മിറ്റിക്ക് സൽബുദ്ധി തോന്നണേ. ഇത് 4ാം തവണയാണ് ആകാശവാണിയിലെ ഓഡിഷൻ ടെസ്റ്റ്. എന്നാണ് ഒരു ദിവസം ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ശരചന്ദ്രനാഥ് എഴുതി ഒരെണ്ണം ഇതുപോലെ ഈ ഷെൽഫിൽ ഇരിക്കുക. അതെ അതെ, എവരി കുഞ്ഞേടൻ ഹാസ് എ ഡേ എന്നല്ലേ. ഇളിച്ചോടി ഇളിച്ചോ, നിനക്കൊന്നും ഇപ്പൊ എന്നൊരു വിലയില്ലല്ലോ. നീയൊക്കെ എന്റെ കാൽ കീഴിൽ വന്ന് ചുരുണ്ടു മടങ്ങി കിടക്കണ ഒരു ദിവസം വരും. പുച്ഛല്ല നിനക്കൊക്കെ പുച്ഛം. രാവിലെ വണ്ടിക്ക് വിളിക്ക് പൈസ ചോദിച്ചപ്പോ നിന്റെ പിശുക്കൻ വലിയേട്ടൻ തമ്പുരാന്റെ മുഖത്തും കണ്ടു ഒരു പുച്ഛം. ഈ വീട്ടിൽ അമ്മയ്ക്ക് മാത്രമാണ് എന്നിലെ ഗായകനെ തിരിച്ചറിയാനുള്ള കഴിവുള്ളത്. ഒരു യഥാർത്ഥ കലാകാരനെ തിരിച്ചറിയാൻ പെറ്റ വയറിന് മാത്രമേ കഴിയൂ. എവിടെ അമ്മ? എടാ പരീക്കുട്ടി, എന്താടാ മീൻ? ഒന്ന് നോക്കട്ടെ. നോക്കണ്ട, ഭയങ്കര വിലയാ. അതെന്താടാ, വിലയുള്ള മീൻ കൂട്ടാൻ മാത്രം വിലയില്ലേ ഞങ്ങക്ക്? നേരത്തെ വാങ്ങിച്ചതിന്റെ കാശ് എന്ന് തീർത്തിട്ടും നിലയും വിലയും പറയാം. അത് നീ സച്ചിയോട് വാങ്ങിയില്ലേ? ചോദിക്കേണ്ട താമസം. ആരോട് ചോദിച്ചിട്ടാ ഇത്രയും വലിയ വിലയുടെ മീൻ കൊടുത്തതെന്നും പറഞ്ഞു ഒറ്റച്ചാട്ടം. ഇനി എത്ര നടക്കണം ആ കാശ് മേടിച്ചെടുക്കാൻ? ഈശ്വര, നല്ല പെടക്കണ കരിമീൻ. കരിമീൻ കൂട്ടി ചോറിന്റെ കാലം മറന്നു. നീ 1 കിലോ ഇങ്ങെടുക്ക്. എന്നിട്ട് മേടിക്കുമ്പോ ഇതിന്റെ വിലയും കൂടെ ചേർത്ത് മേടിച്ചോ സച്ചിയുടെ അടുത്തുനിന്ന്. അത് ശരിയാവൂലേ സാവിത്രമ്മേ? ഇപ്പൊ റൊക്കം കച്ചവടം ഉള്ളൂ. എടാ, പണ്ട് നിന്റെ പാപ്പ കുഞ്ഞുമരക്കാരിക്ക് ഇവിടെ കൊണ്ട് തന്ന മീനിന് വല്ല കൈയും കണക്കുണ്ടോടാ? എന്നിട്ട് 5 പൈസയുടെ കണക്ക് അങ്ങേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിന്റെ മീനൊക്കെ വിൽക്കാത്ത ചീഞ്ഞു പോവുള്ളൂ. എന്താടത്? ഇതറിഞ്ഞ് ഞാൻ ഡോക്ടറായനെ. ഈ ബില്ല് കൂടി ബാക്കിയുണ്ട്. ബില്ലോ? ഇനി ഏത് ബില്ല്? ബില്ലല്ലേ അടച്ചത്? ലാബിന്റെ ബില്ല് അടച്ചിട്ടില്ല. 360 രൂപ കൂടി വേണം. എന്തോര് പറഞ്ഞേ? 360 രൂപ കൂടി വേണോന്ന്. നിങ്ങക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? 2 ദിവസം മുമ്പ് ഓർമ്മിപ്പിച്ചതാ. അപ്പൊ എല്ലാം കൂടി ഡിസ്ചാർജ് ചെയ്യുമ്പോ അടയ്ക്കാന്നല്ലേ പറഞ്ഞേ? തോന്നുമ്പോ തോന്നിയ ബില്ലോ? എന്ത് ആശുപത്രി ബ്ലഡ് കമ്പനിയാ? നിങ്ങളുടെ കള്ളക്കളിന്ന് എന്റെ അടുത്ത് വേണ്ട. എന്ത് കളി? കള്ളക്കളി. നിങ്ങളുടെ പേഷ്യന്റിന്റെ ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തത് തന്നെയാ. യൂറിൻ ചിലപ്പോ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ആ ഇരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഒരു തുള്ളി ബ്ലഡ് ഇല്ല. ഫുൾ ചാരായ. ബ്ലഡ് ഉണ്ടായിരുന്നെങ്കിൽ അയാൾ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നോ? കണ്ണിച്ചോരയില്ലാത്തവൻ. ഒരു മിനിറ്റ് മോനെ സച്ചി, പോണ്ട. നമുക്ക് ഒരു ബില്ല് കൊടുക്കണ ഇത്രക്ക് നേരോ? ഒന്ന് പുറത്തിറങ്ങിയ ബാസ്കറ്റ് കാറ്റുള്ളായിരുന്നേ. ബാക്കിയുള്ളവരുടെ കാറ്റ് പോറായി. കയ്യില് കാശിന്റെ 360 രൂപ എടുത്ത്. നീ എന്താ കളിയാക്കണ? അവന്റെ ഒരു തമാശ. കാച്ചേ, അതും എന്നോട്. ലാലപ്പാ, നിന്റെ വല്ലതും ഉണ്ടോടാ? എന്റെ ഇപ്പൊ ഒരു അറിഞ്ഞാനുണ്ട്. അറിഞ്ഞാണെങ്കി അറിഞ്ഞാണം. തൽക്കാലം പണയം വെക്ക, കാര്യം നടക്കട്ടെ. അതിന് ഈ കറുത്ത ചേരട്ട് പണയം വെച്ചിട്ട് എന്ത് കിട്ടാനാ? ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആ ജെന്നിഫറിനൊന്ന് വിളിച്ചാലോ? ഞാൻ മനസ്സിന് വിചാരിച്ചോളൂ ഇപ്പൊ വണ്ടി അവിടെ ചെന്ന് ഇടിച്ചു നിൽക്കുമെന്ന്. സച്ചിയായിട്ട് ധൈര്യമായിട്ട് വിളിക്കും. ഹലോ. ഉണ്ട്. ജെന്നിഫറിന്റെ ഫോൺ. ഹലോ. എന്തു പറ്റിയൊന്ന് വിളിക്കാൻ? ഒരു 1.25 രൂപ വഴിന്ന് കളഞ്ഞു കിട്ടിയോ? അത് പിന്നെ ജെന്നി, ഞാനിപ്പോ ആശുപത്രിയിൽ നിന്ന് വിളിക്കുന്നത്. നമ്മുടെ ഭാസ്കരനെ ഡിസ്ചാർജ് ചെയ്തപ്പോ ബില്ലടയ്ക്കാൻ കുറച്ച് പൈസയുടെ ഷോർട്ടേജ് ഉണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഓർമ്മ വരിക നിന്റെ ഐശ്വര്യമുള്ള മുഖമല്ലേ? ഓ, അത് പറ. വെറുതെ അല്ലേ ലോക്കൽ കോളിന് കാശ് മുടക്കിയത്. പക്ഷെ ഐ എം വെരി സോറി സർ, എന്റെ കയ്യിൽ കാശില്ല. ഇയാളുടെ കയ്യിൽ കാശുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇപ്പൊ എവിടുന്നെങ്കിലും ഒപ്പിച്ചു തരണം. എപ്പോഴും അവിടെ നിന്ന് ഒപ്പിച്ചു തന്നിട്ട് ഇപ്പൊ കാശ് എത്ര തരാനുണ്ടെന്ന് വല്ല ഓർമ്മയുണ്ടോ? അതൊക്കെ പഴയ കണക്കല്ലേ. വേണ്ട,
കണക്ക് കൃത്യമായിട്ട് പാട്ട് സേട്ടിന്റെ കടയില് ചുമരിന്മേലുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച വാങ്ങിയ 180 രൂപയും ചേർത്ത് ഇപ്പൊ മൊത്തം 1375 രൂപ 50 പൈസ ഉണ്ട്. ജെന്നി, നമ്മുടെ സർക്കാർ തന്നെ 10-15 കോടി രൂപ കടത്തില്ല. അതിന്റെ ഇടയിലെ പിച്ച കാശ്. അത് നാണക്കേട്, നമ്മുടെ നാടിന് തന്നെ നാണക്കേടല്ലേ. അതുകൊണ്ട് എഴുതി തള്ളിയേക്ക്. ഈ നാണക്കേട് എനിക്ക് ശീലമായതുകൊണ്ട് എഴുതിത്തള്ളാൻ ഒക്കില്ലല്ലോ മോനെ സച്ചിദാനന്ദ. അവിടെ നല്ല ജോലി തിരക്കല്ലേ, നമുക്ക് സംസാരിച്ചാലും നേരമില്ല. ഞാൻ ലാലപ്പന അങ്ങോട്ട് വിടാ. മോള് പെട്ടെന്ന് കൊടുത്തു വിടട്ടാ. ഞാൻ വെക്കാണേ. അയ്യോ വെക്കല്ലേ വെക്കല്ലേ, എന്റെ ഇല്ല കേട്ടോ. ഉണ്ട് 360 റുപ്പീസ്. പെട്ടെന്ന് കൊടുത്തു വിടണേ. അപ്പൊ മര്യാദക്ക് സംസാരിക്കാനൊക്കെ അറിയല്ലേ? മര്യാദക്ക് സംസാരിച്ച ബില്ലിന്റെ ബാക്കി താൻ വേണ്ടെന്ന് നോക്കിയോ? പോയി വാങ്ങിച്ചിട്ടോ ലാലപ്പ. പെൺകുട്ടിയുടെ വായി നോക്കിക്ക. എന്താ പേര്? വേം വിട്ടോ. ആ എന്നാ വിട്ടോ. എങ്ങോട്ടാ? അല്ല പാട്ടിസേറിനെ കണ്ടിട്ട് കുറച്ചു ദിവസമായി. ആ ചെല്ല് ചെല്ല്. ഡോക്ടർ പറഞ്ഞ ഓർമ്മയില്ലേ കുറച്ചു ദിവസം പോയി വീട്ടിൽ അല്ല കിടന്നു. ഞാനൊന്ന് കേറിട്ട് ഉടനെ പോയിക്കോളാന്ന്. മര്യാദ പറഞ്ഞ മനസ്സിലാവില്ലേ? അങ്ങോട്ട് കേറി. എടോ, പോണ വഴിയില് പല ബോർഡും കാണും നിർത്താനും പറയും. വീട്ടിലെത്താതെ എങ്ങനെ നിർത്തിയ? അല്ല ആരെങ്കിലും വട്ടം ചാടുമ്പോ നിർത്താവോ? ചേച്ചി ആ സമയത്തൊന്ന് ശ്രദ്ധിച്ചോണേ. ആ ഗ്യാപ്പിൽ പുറത്തേക്കാണ്. അപ്പോഴും നിനക്കെന്നെ വിശ്വാസമില്ല. ആയിക്കോട്ടെ, എവിടേക്കാ? നിർത്തിയടാ. നിർത്തിയെന്ന് നിന്റെ അച്ഛന്റെ പേരിൽ സത്യം ചെയ്ത് നിനക്ക് വിശ്വാസമായില്ലേ? ശരി വേണ്ട. ഡോ വണ്ടി എടുക്കണോ? പോണ പോക്കിന് ബ്രേക്കിലെങ്ങ കാല് വെച്ചാ അടിച്ച് നിന്റെ കരണം പൊട്ടിക്കും. പോട്ടെ മോനെ, ആഹാരമൊക്കെ സമയത്തിന് കഴിക്കണം. ഞാൻ പോയി കിടക്കട്ടെ. ആ ചെല്ല് ചെല്ല്. ഓ ഡോ, ഡോ. അതിലേ പോയിട്ട് ഇതില് വന്നിരിക്കുക. ഭാസ്കര് ഭാസ്കര, എന്താടോ ഇത്? നിന്നോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞതല്ലേ സച്ചി? അവൻ ആരെ എന്നോട് കൽപ്പിക്കാൻ? അവന്റെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട്. എന്നിട്ട് എന്നെ അവൻ ഭരിക്കാൻ പറ്റേ? ആസ്പത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനവൻ വേണം. കള്ളു കുടിക്കാനും വട്ടച്ചെലവിനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറിഞ്ഞ് നിൽക്കണ കാണാലാ. ആഹാ, അതെന്റെ അവകാശമാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാള് നടന്നവനാ ഈ തബല ഭാസ്കരൻ. അല്ലതല്ലോ ഈ എന്നിട്ട് ആ സ്ഥാനം എനിക്കോ തരണ്ടേ? തിന്നരുത്, കുടിക്കരുത്, തൂറരുത്. ഒരു ദിവസം ഞാനവനെ മര്യാദ പഠിപ്പിക്കും. കോരണക്കുറ്റി നോക്കൊരു പളങ്കിയ പമ്പരം കറങ്ങണത് പോലെ കറങ്ങൂല. കറങ്ങൂല. കറങ്ങും. ഇല്ലെന്നേ. കറങ്ങും. മോനെ സച്ചൂട്ട, നീ എപ്പ വന്നടാ? നിന്നെ കണ്ടപ്പോഴല്ലേ ഞാൻ നോക്കിയത്. ലാലപ്പനെ ഏൽപ്പിച്ച 40 രൂപ എവിടെ? ഏത് ലാലപ്പൻ? എന്ത് 40 രൂപ? ആ 40 രൂപ എടുക്കണോ? ഏടോ ബോർഡെന്നൊക്കെ വിളിച്ചാണ്ടല്ല. നിന്റെ അച്ഛന്റെ ഫ്രണ്ടാണ് ഞാൻ. ശാപിക്കും ഞാൻ. ഇങ്ങോട്ട് മാറിക്കണോ? ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഇതാന്റെ സ്ഥാനം. ഇവിടെ നല്ല സുഖ. ഊതടോ. ഊതടോ തബല ഭാസ്കര. ഞാൻ ഇന്നവരെ ആരും ഊതിയിട്ടില്ല മോനെ. ഊതാൻ ആ കാശുവിന്റെ കള്ളു കുടിച്ചല്ലേ? നീ എനിക്ക് വേണ്ടി ആശുപത്രി കൊണ്ടുപോയി എത്ര രൂപ ചെലവാക്കിയടാ? വേറെ ആരും ചെയ്യൂടാ. നിന്റെ കാലശേഷം ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലെന്ന് ആലോചിച്ച് മനസ്സ് വിഷമിച്ചപ്പ ആ ലാലപ്പന്റെ കയ്യിൽ നിന്ന് ബാക്കി ഒന്ന് 40 രൂപ വെച്ച് ഞാൻ കള്ളുടിച്ച്. നീ ഞങ്ങൾക്ക് മോനല്ലടാ, മോനല്ല. ഞങ്ങൾക്ക് ജനിക്കാതെ പോയ അച്ഛനാണ് അച്ഛൻ. ഈ സങ്കടം നമുക്കൊന്ന് ആഘോഷിക്കണം. ലൂയി വേർന്നിട്ടെടുക്കണോ? ചേച്ചി
പ്രസ്താവന എടുക്ക്, എനിക്കൊന്ന് പെരുപ്പിക്കണം. അച്ഛന്റെ കാലം മുതൽ എല്ലാരും കൂടി പെരുപ്പിച്ച് ഒരെണ്ണം പോലും ഗതി പിടിച്ചില്ലല്ലോ. ഇനി കള്ളുടിച്ച് അവിടെ എവിടെയെങ്കിലും കിടക്ക്, ആശുപത്രി കൊണ്ടുവന്നെ എന്റെ പട്ടി വരും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. ഓ, ഗഗനജൂതൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇയാൾക്കിട്ട് എന്ത് പണിയാ കൊടുക്ക? ദേശി ബഗർ. അടച്ചുപൂട്ടിയ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുക. അടച്ചുപൂട്ടിയ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുക. ഇൻകുലാബ് 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 സിന്ദാബാദ്. മാനേജ്മെന്റ് നീതി പാലിക്കുക. തോറ്റിട്ടില്ല. തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. തോറ്റിട്ടില്ല. താനെന്താ വൈകിയത്? ഞാൻ എപ്പോ വന്നാലും മുദ്രാവാക്യം വിളിക്ക് ഒരു കുറവും വരുത്തണല്ലോ ഏട്ടാ. എടോ, സംഗതി ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണെങ്കിലും ഇപ്പൊ ഇതാ നമ്മുടെ തൊഴിൽ. കൃത്യനിഷ്ഠ പാലിക്കണം. ഞങ്ങളുടെ തൊഴിൽ പോയപ്പോ നേതാവിന് ഒരു തൊഴിലായി. എടോ, താൻ വേറെ ജോലി അന്വേഷിക്കുന്നതും പല പണിക്ക് പോകുന്നതും ഞാൻ അറിയുന്നുണ്ട്. കൂട്ടത്തിൽ നിന്ന് സ്വന്തം കാര്യം മാത്രം നോക്കുന്നത് വർഗബോധമുള്ള ഒരു തൊഴിലാളിക്കും ചേർന്നല്ല. വിളികളോ മുദ്രാവാക്യം. ധീര വീര നേതാവേ, ധീരതയോട് നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ. മിഠായിയാണ് 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 മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. വെടിയുണ്ട് ഞങ്ങൾക്ക് മിഠായിയാണ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്. ഇൻക്ലാബ് 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 സിന്ദാബാദ്. ഒന്നിന് താൻ മുദ്രാവാക്യം വിളിയിടൂ. ഇനി മുദ്രാവാക്യം വിളിച്ച് ഇത് ഇതാവും. വയറും ചെറിയ പ്രശ്നം. ചെല്ല് ചെല്ല്, ഇവിടെ നാറ്റിക്കണ്ട, ചെല്ല്. വിജയം വരെയും സമരം ചെയ്യും. സമരം ചെയ്യും. സമരം എന്താടാ വല്ല രക്ഷയുണ്ടോ? ശരിയാക്കാന്ന മാനേജർ പറഞ്ഞിരിക്കുന്നു, പോയി നോക്കാം. ആ, ആ വാ കയറി. എന്നാ വിട്. വിജയം വരെയും സമരം ചെയ്തിട്ട് വരാം. വെടിയുടെ മുന്നിൽ ഇത് എന്ത് വേഷ സച്ചേട്ടത്? ഒരു ജോലിക്കൊക്കെ പോകുമ്പോ നല്ല എക്സിക്യൂട്ടീവ് ഷർട്ടൊക്കെ ഇടണ്ടേ? എക്സിക്യൂട്ടീവ് ഷർട്ട് നിന്റെ അപ്പം വാങ്ങിച്ചെന്നുണ്ടാ? ഇതങ്ങോട്ട് കഴുത്തി കെട്ടി. ഇത് എവിടുന്ന് ചൂണ്ടിയതാ? ഇതാ സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ യൂണിഫോം ടൈയാ. ആ പാന്റ് അങ്ങോട്ട് അടിച്ചേ, എന്നിട്ട് അതങ്ങോട്ട് കെട്ട്. പാന്റ് അടിച്ചിട്ട് ഇത് കെട്ടാനാ? എടാ, അത് ഇന്ത്യൻ ടൈയാ. അതല്ല, പാന്റ് അടിച്ചിട്ട് ഇത് കഴുത്തി കെട്ടാൻ. ഇത് കഴുത്തി കെട്ടുന്നതിന് എന്തിനാ പാന്റ് അടിക്കണേ? ഇങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചത്. നീ കാണിക്കണ നിന്റെ പാന്റും പിടിക്കണേ. ഈ പെണ്ണുങ്ങൾ ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലാട്ടോ. എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ എന്തുള്ളിലിട്ടിരിക്കണേ? എന്താ നീ എന്നെ വല്ല അണ്ടർവെയറിന്റെ പരസ്യത്തിനാണോ കൊണ്ടോണേ? ആ ഷർട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്തിട്ട് ഒന്ന് ഡീസന്റ് ആവട്ടാ. അത് ശരി. നിനക്കിത് അവിടെ വെച്ച് പറഞ്ഞ പോരായിരുന്നോ? നീ അവിടെ തിരിഞ്ഞെ. ഓ, ഞാൻ ഡീസന്റ് ആയിക്കോളാം.
നോക്കി അസൂയം കാട്ടുന്നത്? എന്താ തനിക്ക് വേണ്ടത്? സോറി ചേച്ചി എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. സോറി. പോരെ പോരെ. കാണിച്ചു തരാടാ. ഇനി എന്ത് കാണാനാ, എല്ലാരും കണ്ടില്ലേ? വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ? വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. കഷ്ടം. അയ്യോ. ഓക്കെ. നമസ്കാരം. ആ ഇദ്ദേഹത്തിന്റെ കാര്യമാണ് ഞാൻ സാറിനോടന്ന് പറഞ്ഞത്. ഹലോ സാറേ, ഇരിക്കെ. താങ്ക് യു. ഏത് കാര്യത്തിന്റെ കാര്യാ? അല്ല, ഞാനന്ന് പറഞ്ഞല്ലോ ഒരു സെയിൽസ്മാന്റെ പോസ്റ്റിന്റെ കാര്യം. അത് ഇദ്ദേഹത്തിന് വേണ്ടിയാ. ഓ അത് ശരി. ബിസിനസ് ഒക്കെ ഡള്ളാടോ. പുതിയ പോസ്റ്റിംഗ് ഒന്നും ഇപ്പൊ പറ്റില്ല. അല്ല അയ്യോ, അങ്ങനെ പറയരുത് സാറേ. സാറ് എനിക്ക് വാക്ക് തന്നതല്ലേ. ആ പോസ്റ്റ് പോയടോ. ആ പിന്നൊരു പണിയുണ്ട്. ആ ജോലിക്ക് ഇത്രയും വേറെ പിടിക്കേണ്ട കാര്യമില്ല. ശ്വാസം വിട്ടേക്ക് മാഷേ. ഇതാണ് എന്റെ സ്ഥായി ഭാവം സാർ. ബാക്കിയെല്ലാം ജോലി കിട്ടാൻ വേണ്ടി ഇവൻ വച്ച് കെട്ടി തന്നതാ. ഒരു പാർട്ട് ടൈം ജോലിയാ. തന്റെ സ്ഥായി ഭാവം ഒന്നും പുറത്തു കാണിക്കാൻ പറ്റില്ല. ഡെയിലി 3 മണിക്കൂർ. എന്താ തനിക്ക് പറ്റുമോ? പറ്റും സാർ. എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ശമ്പളം മാത്രം കിട്ടിയാ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല. ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. അല്ല, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ. ഒന്നേ വാ. എന്താ സാർ? തന്റെ ഡ്യൂട്ടി ഇപ്പൊ കഴിയില്ലേ? കഴിയുമ്പോ താനതഴിച്ച് ഇങ്ങേറി കൊടുത്തേക്ക്. ഇനി സെക്കൻഡ് ഷിഫ്റ്റിൽ മാത്യുവിന് പകരം ഇയാളാ. ഒരു ആക്സിഡന്റ് പറ്റി മാത്യു കുറച്ചുനാൾ ലീവാ. ഓക്കെ. വൈകുന്നേരം ഇത്തിരി മേലുവേന ഉണ്ടാവും, പിന്നെ ഒരു തലവേനയും. കുറച്ചു ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ, പിന്നെ അത് ശീലായിക്കോളും. സച്ചേട്ടന് ഈ പണി ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ സച്ചേട്ടൻ തന്നെ വേറെ വല്ല പണിയും കണ്ടുപിടിക്കും. ഒരു തരൂ ചേട്ടാ. ആഹാ, നല്ല കറക്റ്റ് ഫിറ്റ്. ഇയാളെക്കാളും കറക്റ്റ് ഫിറ്റ് സച്ചേട്ടനാ. അതിനേക്കാളും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതായിരുന്നു ഇവന്റെ അപ്പൻ. ഞാൻ വിട്ടോട്ടെ മാഷെ. നിങ്ങൾ വരുമ്പോ എൻട്രൻസിൽ ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ലേ, അതുപോലെ ചെന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ഇങ്ങനെ അങ്ങനെ തലയെത്തിയാ മതി. കുറച്ച് എന്ത് പണ്ടാറായാലും മുഖാരും കാണൂല്ലോ. ഇഷ്ടം പോലെ കടക്കാരുടെ ശല്യമുള്ള സ്ഥിതിക്ക് സച്ചേട്ടൻ സ്ഥിരാക്കി കൂടെ? നിന്റെ 16 അടിയന്തരം കഴിഞ്ഞിട്ട് സ്ഥിരാക്കടാ. മുമ്പിൽ പോടാ. മാറിയിട്ട് പാടില്ല. ഒരു ഓക്സിജൻ മാസ്ക് ഫിറ്റ് ചെയ്യണം. ദൈവമേ, പവടിച്ചൊന്നും വീഴല്ലേ. ഓ കടിച്ചിട്ടും പാടില്ല. വൃത്തിയായിട്ടാ കുളിക്കാണ്ട് കയറി നിന്നിരുന്നോ. Welcome. Hey, look at the furniture, baby. Hi. Hey, rabbit. ഓ, എന്തെല്ലാം കലങ്ങി. ഈ പൂത്താങ്കിരി കുസ്തിക്കാരനാ.
കരിഞ്ഞ ഋത്തിക് റോഷൻ പോയണ്ടോടാ? കണ്ടു ഏതടാ കൂടെയുള്ള ഐശ്വര്യ റോയ്? എന്തായാലും കണ്ണ് കാണാത്ത പീസ, അല്ലെങ്കിൽ ഇവന്റെ കൂടെ പോവോ? സ്റ്റെപ്പ് ഇൻ ഡാർലിംഗ്. താങ്ക് യു. റെസ്റ്റോറന്റിലേക്കാ പോകുന്നത്. കണ്ണുറന്നില്ല പെണ്ണിന്റെ വാ തുറക്കും. കഴിഞ്ഞ 2-3 മാസത്തെ ബില്ല് ബാക്കിയുണ്ട്, അടച്ചില്ലെങ്കിൽ ഫ്യൂസ് വരുന്നൊക്കെ പറഞ്ഞപ്പോ അടുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആ കുഞ്ഞാറച്ചാന്റെ കയ്യിൽ കിട്ടുമ്പോ തരാന്നും പറഞ്ഞ് 1000 രൂപ കടം വാങ്ങിച്ച് കൊടുത്തുട്ടാ കഴിവറമോന്റെ കയ്യില്. ആ കാശായിരിക്കും അത്. അവന്റെ ഫീസ് ഞാൻ 100. ഹെൽമെറ്റ് വെച്ചിട്ട് പോവാ, വെറുതെ തല്ലുകൊള്ളണ്ട. ഇവിടെ Yes, please. One pizza and 2 cokes. ആരോ ചില്ലോട് കൊടുന്ന് വെച്ചു. Anything else? ഡച്ചനാ, Okay. നമ്മുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചോ? മമ്മിയോട് സൂചിപ്പിച്ചു. ഡാഡിയെ തിരക്കൊഴിഞ്ഞ് കിട്ടിയില്ല. ശരത്ത് വീട്ടിൽ പറഞ്ഞോ? എന്റെ ബ്രദറും ഭയങ്കര ബിസിയാണ്. ഈനോ 100 കൂട്ടം ബിസിനസ് അത്തല്ലേ. ഓഹോ. ഇപ്പൊ കക്ഷി ടൂറിലാണ്. ഐ തിങ്ക് ഹീസ് ഇൻ സാൻ ഫ്രാൻസിസ്കോ. അത് കഴിഞ്ഞ് മറ്റന്നാ ഫിലാഡൽഫിയ. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. 2-3 CD, പിന്നെ ഒരു ജീൻസും ടോപ്പും. മറക്കണ്ട, ഇന്ന് ശരത്തിന്റെ ട്രീറ്റാ. അത് പിന്നെ പറയാനുണ്ടോ ഡിയർ? ചേട്ടൻ സ്റ്റേറ്റ്സ് അയച്ചിരുന്ന ഡോളേഴ്സ് ഒക്കെ ഞാൻ പിന്നെ ആർക്ക് വേണ്ടിയാ സ്പെൻഡ് ചെയ്യേ? ഇവിടെ മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് റൂമറുണ്ട്. ചേട്ടന്റെ കാശ് വെറുതെ കളയണോ? താനെടുത്ത പണിക്കാരനല്ലേ, എന്നിട്ടാ കുറ്റം പറയണേ? മുഖംമൂടിയിട്ട സത്യങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റുവാനിയാ? ഡോണ്ട് ഡിസ്റ്റർബ് us. ഞങ്ങൾ കുറച്ചേരം ചൊല്ലിക്കോട്ടെ. Oh, poor chap. Give him some tip. അങ്ങനെ നല്ല കാര്യമൊക്കെ ചെയ്യും. ഉള്ളതൊക്കെ പോന്നോട്ടെ. ജീവിക്കാൻ വേണ്ടി ഓരോ വേഷങ്ങളെ. ലുക്ക് ഡാർലിംഗ്, ഐ എം ഗിവിംഗ് ഹിം $100. Oh, so cute. പറ്റിയ കൂട്ടാ. എന്റെ കാശ് എനിക്ക് തന്നെ തന്നിരിക്കാം കാട്ടുമാക്കാൻ. ഇനി ഞാൻ 900 രൂപ എവിടെ നിന്ന് ഉണ്ടാക്കേണ്ട ഈശ്വര? ആ കുഞ്ഞാറുവന്റെ കാര്യം ആലോചിക്കുമ്പോ താങ്ക് യു.